കാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹിമയിൽ രാജനെഴുന്നള്ളുന്നു, മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുമോ. അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷമായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശിരസ്സുകളെ വണക്കമാക്കി കരങ്ങൾ കൂപ്പി ആത്മാവിൻ്റെ നിറവിനും വചനത്തിൻ്റെ അഭിഷേകത്തിനുമായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വരിക വരിക ആത്മാവേ, ഓ പാവനാത്മാവേ, നിറയുക നിറയുക എന്നിൽ നീ പരിശുദ്ധാത്മാവേ. പുതുജീവൻ തരിക, നാവിൽ അഭിഷേകം തരിക, വചനം വിതയ്ക്കുവാൻ എന്നിൽ വന്നു വസിച്ചിടുക. വരിക വരിക ആത്മാവേ, ഓ പാവനാത്മാവേ, നിറയുക നിറയുക എന്നിൽ നീ പരിശുദ്ധാത്മാവേ. കർത്താവേ, നിന്റെ ആത്മാവിനെ അയക്കണേ. ഞങ്ങൾ ഈ ശുശ്രൂഷ ഏറ്റെടുക്കണേ. നിന്റെ വചനം നിന്റെ ജനങ്ങൾക്ക് വേണ്ടി മുറിക്കുന്ന ബലഹീനനും അയോഗ്യനുമായ ദാസനെ, നിന്റെ വചനം ആഗ്രഹത്തോടുകൂടെ കേൾക്കുന്ന നിന്റെ മക്കളെ, ഈ ശുശ്രൂഷയിൽ കർത്താവേ നിന്റെ കരമുണ്ടാകട്ടെ, നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഈ വചനം പ്രഘോഷിക്കുന്നത് കേൾക്കുന്ന മനുഷ്യർക്ക് ഹൃദയത്തിൻ്റെ തുറവി നൽകണേ. അവിടെ ആവശ്യങ്ങളിൽ നിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ, അവിടെ അവശതകളിൽ നിന്റെ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവേ, വർഷങ്ങളായിട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന എൻ്റെ മക്കളുടെ ചങ്കലകൾ നിന്റെ വചനത്തിൻ്റെ തീവ്രമായ ശക്തിയാൽ പൊട്ടി സ്വാതന്ത്ര്യത്തിലേക്ക്, സൗഖ്യത്തിലേക്ക്, വിടുതലിലേക്ക് അവരെ നയിക്കുമാറാകണമേ. ആമേൻ. ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായത്തിലെ നമ്മുടെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് 36 തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശുവിടെ മധ്യ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു.
അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിനാണ്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. എന്നെ സ്പർശിച്ചു നോക്കുവിൻ, എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുൻപിൽ വെച്ച് ഭക്ഷിച്ചു. ഉത്ഥാനം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും മൗലികമായ കാഴ്ചപ്പാടാണ്. ഉദ്ധിതനായ കർത്താവ് സർവമനുഷ്യർക്കും കൊടുത്ത ഏകാശംസ സമാധാനമാണ്. അവിശ്വസിച്ച ശിഷ്യന്മാർക്ക് കർത്താവ് തൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളമായിട്ട് കാണിച്ചു കൊടുത്തത് അവിടുത്തെ ആണിപ്പാടുകളാണ്. സ്നേഹമുള്ളവരെ, വിശ്വാസം സമാധാനത്തിലേക്ക് നയിക്കണമെങ്കിൽ കർത്താവിൻ്റെ സഹനത്തിൽ നമുക്ക് പങ്കുണ്ടാകണം. ഉത്ഥാനം യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാൻ കർത്താവ് എടുത്ത ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ള തെളിവ് തൻ്റെ മുറിപ്പാടുകളാണ്. നമ്മുടെ ഇടയിൽ മനുഷ്യരെന്ന സമാധാനക്കേണ്ട നടുക്കടലിലാണ്. പരീക്ഷ എഴുതുന്ന കുട്ടികൾ സമാധാനക്കേടിലാണ്. സമാധാനത്തിലേക്കുള്ള മാർഗം അത് സഹനത്തിൻ്റെ മുറിവുകളാണെന്നുള്ള തിരിച്ചറിവ്. ആ ഒരു തിരിച്ചറിവാണ് ഉത്ഥാനത്തെ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, അഭിമാനത്തിലേക്ക്, ആവേശത്തിലേക്ക് നയിക്കാൻ എനിക്കും നിങ്ങൾക്കും കാരണമാകുന്നത്. പലരും ധരിച്ചു വച്ചിരിക്കുന്ന സമാധാനം യാന്ത്രികമായ എന്തോ ഒരു മാനസികാവസ്ഥയാണ്. അത് തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങേണ്ട എന്തൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, സമാധാനം തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ പിടിച്ചു വാങ്ങേണ്ട ഒരു വസ്തുത, മറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ഞാനും നിങ്ങളും നമ്മെ തന്നെ പരുവപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരിവർത്തനത്തിൻ്റെ സംതൃപ്തിയാണ് സമാധാനം. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ തിരുവചനം ശ്രദ്ധേയമാണ്. സമാധാനത്തെക്കുറിച്ചുള്ള ശിഷ്യന്മാരുടെ തെറ്റിദ്ധാരണകൾ മുഴുവൻ തീർത്തുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. എന്നിട്ട് കർത്താവ് അവരെ പറഞ്ഞു മനസ്സിലാക്കി, ഞാൻ തരുന്ന സമാധാനം ലോകം നിങ്ങൾക്ക് നൽകുന്ന സമാധാനം പോലെയല്ല. എൻ്റെ സമാധാനം വ്യത്യസ്തമാണ്. എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർത്ത് അവരെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്ന ഒരു മനുഷ്യന് സംഭവിക്കുന്ന മാനസികമായ മാറ്റമുണ്ടല്ലോ, ആ മാറ്റമാണ് സമാധാനം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതം ക്രമപ്പെടുത്താൻ എനിക്ക് കഴിയുമ്പോഴും എനിക്കൊരു മാറ്റം സംഭവിക്കും. എൻ്റെ മനസ്സിന് ഒരു സംതൃപ്തി ലഭിക്കും. കർത്താവ് ഉത്ഥാനത്തിൻ്റെ അടയാളമായിട്ട്, സമാധാനത്തിൻ്റെ തെളിവായിട്ട് പറയുന്നത്, നിങ്ങൾ എൻ്റെ ആണിപ്പാടുകൾ കാണുക, നിങ്ങൾ എൻ്റെ വിലാവ് കാണുക, മുറിഞ്ഞ് അടിയേറ്റ് മുറിഞ്ഞ എൻ്റെ ശരീരം നിങ്ങൾ തൊട്ടു നോക്കുക. ഈ മുറിപ്പാടുകൾ ഏറ്റ ശരീരവും ഈ ആണിപ്പാടുകളുള്ള കരങ്ങളും തിരുഹൃദയത്തിൻ്റെ താഴെയുള്ള മുറിവും പിതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ചതിൻ്റെ ആധികാരികമായിട്ടുള്ള തെളിവാണ്. ആ തെളിവിൽ നിന്ന് പുറപ്പെടുന്ന ഉറവയാണ് സമാധാനം. ഞാൻ ചിലപ്പോഴീ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനകൾ വളരെ വികാരനിർഭരമാണ്. അസീസിയിലെ ഫ്രാൻസിസ് കുരിശിൻ്റെ താഴെ നിൽക്കുന്നൊരു ചിത്രം നിങ്ങൾ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
കുരിശിൽ നിന്ന് കരം വിടർത്തി അസീസിലെ ഫ്രാൻസിസിനെ കർത്താവ് കെട്ടിപ്പുണർന്നു, ആശ്ലേഷിച്ചു. കർത്താവിനോട് അസീസിലെ ഫ്രാൻസിസ് ചോദിച്ചു, നിൻ്റെ മുറിവുകൾ എനിക്ക് തരണം. കർത്താവ് ചോദിച്ചു, എന്തിനാ നിനക്കെൻ്റെ മുറിവുകൾ? പറഞ്ഞു, നിൻ്റെ മുറിവിൽ നിന്ന് നീ ഞങ്ങൾക്ക് സമ്മാനിച്ച സമാധാനം, നിൻ്റെ മുറിവുകൾ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് ശക്തി ലഭിക്കാൻ. നിങ്ങൾക്കറിയാമോ, കർത്താവ് ഫ്രാൻസിസിനെ വലതുകരം വിടർത്തി കുരിശോട് ചേർത്ത് പിടിച്ചപ്പോഴും ആത്മാവ് നിറയപ്പെട്ട ഫ്രാൻസിസ് പാടിയ പാട്ടാണ് ഇന്നത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സമാധാനത്തിൻ്റെ പ്രാർത്ഥന. ബൈബിളിലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ പാടിയ പ്രാർത്ഥന, മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അത് സമാധാന പ്രാർത്ഥനയാണ്. കർത്താവേ, നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി നീ എന്നെ മാറ്റണമേ. ഞാൻ ചില സന്ദർഭങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക നിങ്ങളോട്. 4-ാം സ്ഥലത്ത് മറിയം ഈശോയെ കണ്ടുമുട്ടുന്നുണ്ട്. സുവിശേഷ വിവരണങ്ങൾ ഒരിടത്തും മറിയം കുരിശിൻ്റെ വഴിയിൽ പോയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഭക്തസ്ത്രീകളുള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ കുരിശിൻ്റെ താഴെ മറിയം നിന്നിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കുരിശിൻ്റെ വഴിയിൽ അമ്മ ഉണ്ട്. ഒരുപക്ഷെ അമ്മമാരുടെ ദൗത്യം എന്താണെന്ന് മറിയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്, മക്കളെക്കുറിച്ച് വേവലാതിപ്പെടുന്നത്, മക്കളെക്കുറിച്ച് സങ്കടപ്പെടുന്നവർ, ഞാൻ ആഗ്രഹിച്ചതുപോലെ കുട്ടി പഠിക്കാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവർ, ഞാൻ ആഗ്രഹിച്ചതുപോലെ കുട്ടി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിക്കാത്തതിൻ്റെ പേരിൽ നിരാശപ്പെടുന്നത് പോലെ, ഇൻ്റർവ്യൂവിന് പോയിട്ട് എല്ലാം പഠിപ്പിച്ച് വിട്ടതാണ്, ഇൻ്റർവ്യൂ വേണ്ടതുപോലെ ചെയ്യാതെ വന്നതിൻ്റെ പേരിൽ നിരാശപ്പെടുന്ന മാതാപിതാക്കൾ ധാരാളമുണ്ട്. പക്ഷെ മറിയം കുരിശിൻ്റെ വഴിയിൽ കരം കൂപ്പി നടന്നത് താൻ ആഗ്രഹിച്ചത് നടക്കാൻ വേണ്ടിയിട്ടല്ല, തൻ്റെ പിതാവ് തൻ്റെ പുത്രനിൽ നിന്ന് ആഗ്രഹിച്ചത് നിർവഹിക്കപ്പെടാൻ ഇഷ്ടപ്പെട്ടതാണ്. കുരിശിൽ നിന്നിറക്കിയ ഈശോയുടെ തിരുശരീരം മറിയത്തിൻ്റെ മടിയിൽ കിടത്തിയതായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഒരു അമ്മ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ അവന് കൊടുക്കുന്ന വാത്സല്യവും അവന് കൊടുക്കുന്ന സ്നേഹവും അവന് കൊടുക്കുന്ന സർവ്വ പരിഗണനകളും പ്രോത്സാഹനങ്ങളും തൻ്റെ പൊങ്ങച്ചത്തിൽ തൻ്റെ മകനെ വളർത്താൻ വേണ്ടിയിട്ടല്ല, ദൈവം തനിക്ക് തന്ന കുഞ്ഞിനെ താൻ എങ്ങനെ വളർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവൻ വളർന്നു വരുവാൻ അമ്മ നടത്തുന്ന ഒരു പരിശ്രമമാണ്. നിങ്ങൾ 5-ാം സ്ഥലത്ത് ഒരു ശെമയോനെ കാണുന്നുണ്ട്. സുവിശേഷ വിവരണത്തിലും അയാളുണ്ട്. കർത്താവിന് കുരിശ് താങ്ങാൻ കഴിയാതെ വന്ന് വഴിയിൽ അവൻ മരിക്കുമെന്ന് കണ്ടപ്പോൾ കുരിശോടുകൂടെ അവനെ, ജീവനോടുകൂടെ അവനെ കുരിശിൽ തറക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് കെവറിയൻകാരനായ ശെമയോനെ പിടിച്ചവർ ഭരമേൽപ്പിക്കുന്നു. ആഗ്രഹിച്ച് പോയതല്ല, നിർബന്ധത്തിന് വഴങ്ങിച്ചെന്നതാണ്. പക്ഷെ ആ കുരിശ് ചുമക്കാൻ അവൻ കാണിച്ച ഒരു ഔദാര്യം, ആ ഔദാര്യത്തിൻ്റെ പിറകിലെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവം ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഞാനൊരു ദിവസം മുറിയിലിരിക്കുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ഒരു പെൺകുഞ്ഞും കൂടെ എന്നെ കാണാൻ വന്നു. എനിക്കത്ര പരിചയമുള്ള ഒരു കുടുംബമല്ല. ഒരു ബാഗ് അവരുടെ കയ്യിലുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ എന്നെ കാണാൻ വന്നത്? അവർ പറഞ്ഞു, പിതാവ്, ഞങ്ങളുടെ വീട്ടിൽ അടുക്കള പണിക്ക് വന്നൊരു പെൺകൊച്ചാണ്, 30 വയസ്സ് പ്രായമുണ്ട്. അവൾ അടുക്കള പണിക്ക് വരുമ്പോൾ ഇനി അവൾക്കൊരു വിവാഹത്തിനുള്ള സാധ്യതകൾ ഇല്ല എന്ന് അവൾക്ക് ഉറപ്പാണ്. അവളുടെ അമ്മ തലയ്ക്ക് സുഖമില്ലാത്തൊരു സ്ത്രീയാണ്. ഇവൾക്കൊരു ആങ്ങളയുണ്ട്, ഒരു അപകടത്തിൽപ്പെട്ട് തളർന്ന് കിടക്കുകയാണ്. അവൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ
വീട്ടിലെ എല്ലാ അടുക്കളപ്പണിയിലും സഹായിച്ചു. എൻ്റെ ഭാര്യ ഇത്തവണ നോമ്പ് ആരംഭിച്ചപ്പോൾ എന്നോടൊരു നിർദ്ദേശം വെച്ചു. എൻ്റെ വിവാഹത്തിന് കിട്ടി കുറേ സ്വർണ്ണം ഇവിടെ ഇരിപ്പുണ്ട്, നമ്മളത് ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. അതിൽ നിന്ന് 10 പവൻ അവളെടുത്തു. കുറച്ച് സാരി വാങ്ങിച്ചു. 10 പവനും ഈ സാരിയും കുറച്ച് കാശും കൊടുത്ത് ഇവൾക്കൊരു വിവാഹ ചെറുക്കനെ കണ്ടുമുട്ടി. അവളുടെ വിവാഹം ഉറപ്പിച്ചു. ഈ നോമ്പിൽ ഈ വിവാഹം നടത്താൻ പോവുകയാണ്. പിതാവിൻ്റെ അടുക്കൽ വന്ന് ഇത് പിതാവ് കൈമാറണം. ഞാൻ ചോദിച്ചു, നമുക്കൊരു ക്യാമറാമാൻ വേണ്ടേ, നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ, ഇതൊരു ഓർമ്മയല്ലേ? അവർ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ശിമയോൻ കുരിശ് താങ്ങിയ നിമിഷം ഞങ്ങളുടെ മനസ്സിലുണ്ട് കർത്താവ്. കർത്താവിൻ്റെ കുരിശ് താങ്ങിയ ശിമയോൻ. ഞാൻ ഫോട്ടോ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല പിതാവേ, വേറോനിക്ക വെള്ളശീല കൊണ്ട് തുടച്ചപ്പോൾ ആ ശീലയിലെ കർത്താവിൻ്റെ മുഖം പതിഞ്ഞുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ, അത് മതി പിതാവേ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. സമാധാനം ഞാനും നിങ്ങളും അനുഭവിക്കണമെങ്കിൽ ബലം പ്രയോഗിച്ചത് വാങ്ങിക്കുകയല്ല, ഔദാര്യമായിട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ കൊടുക്കൽ പ്രക്രിയയിലാണ് നമുക്ക് കർത്താവിൻ്റെ തിരുമുറിവുകൾ സ്വന്തമാകുന്നത്. ഞാൻ ഈ പെട്ടി വാങ്ങിച്ച് ഈ പെൺകൊച്ചിന് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവളൊരു ഹൈന്ദവ പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് പിതാവേ, പക്ഷെ ക്രിസ്തു ആരാണെന്ന് ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ചേട്ടനും ചേച്ചിയും ക്രിസ്തു ആരാണെന്ന് എനിക്ക് കാണിച്ചു തന്നു. ഇന്ന് ക്രിസ്തു ആരാണെന്ന് എനിക്കറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ മുറിപ്പാടുകൾ ഏറ്റുവാങ്ങാനുള്ള ഔദാര്യം, ഈ മുറിപ്പാടുകൾ തൊട്ടുമുത്താനുള്ളതല്ല, ഈ മുറിപ്പാടുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അടയാള മുദ്രകളാക്കി മാറ്റാനുള്ള ഔദാര്യം. അത് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ സമാധാനം നമ്മിലൂടെ മറ്റുള്ളവർക്ക് സംലപ്തമാകുന്നത്. 8ാമത്തെ സ്ഥലത്ത് നിങ്ങൾ കാണുന്നുണ്ട്, ഓറസ്ലേമിലെ സ്ത്രീകൾ കർത്താവിനെ ആശ്വസിപ്പിക്കുന്നത്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ യാത്രയുടെ വേളയിലെ ഒരു നിർണായക മുഹൂർത്തമാണത്. ഓറസ്ലേമിലെ സ്ത്രീകൾ വാവിട്ട് കരയുന്നു. അവൻ്റെ സങ്കടത്തിൽ അവർ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ വീഴ്ചകളിലെ സന്തോഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. വേറൊരാൾ തളർന്നു വീണു, വേറൊരു കുടുംബത്ത് അപകടമുണ്ടായി, മക്കൾ വഴിതെറ്റിപ്പോയി, അതൊക്കെ ആനന്ദത്തിൻ്റെ വിഷയമാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. നിങ്ങൾ കുരിശിൽ മരിച്ച കർത്താവിൻ്റെ അവസാനത്തെ കബറടക്ക ശുശ്രൂഷയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അരിമേത്യക്കാരൻ യൗസേപ്പ്, അവൻ സമ്പന്നനായിരുന്നു, അവൻ സ്വാധീനമുള്ളവനായിരുന്നു. അവൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ അടക്കാൻ മുൻകൂട്ടി കരാർ ചെയ്ത ഒരു കല്ലറ, ആ കല്ലറ അവൻ വിട്ടുകൊടുത്തു. നിങ്ങളാരെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും മനസ്സിരുത്തി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ചാച്ചന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പള്ളിയിൽ വാങ്ങിച്ചൊരു കല്ലറ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുരിശിൽ മരിച്ച, നാണം കെട്ടു മരിച്ച ഒരു മനുഷ്യനെ അടക്കാൻ വിട്ടുകൊടുക്കൂ? ഒരു അനാഥ പ്രേതത്തിന് അടക്കാൻ വിട്ടുകൊടുക്കൂ? ഞാൻ എത്ര യുക്തിയോട് ചിന്തിച്ചു എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ സന്ദർശിക്കുന്ന കല്ലറ ഈ അരിമത്യക്കാരൻ യൗസേപ്പ് കർത്താവിന് വിട്ടുകൊടുത്ത കല്ലറയാണ്. ആ കല്ലറയിൽ കർത്താവിനെ കിടത്തിയെങ്കിലും അതിൻ്റെ ഉടമസ്ഥാവകാശം അരിമത്യക്കാരൻ യൗസേപ്പിൻ്റേതാണ്. സുവിശേഷകന്മാർ വരെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അരിമത്യക്കാരൻ യൗസേപ്പിൻ്റെ റെസീറ്റിലാണ് കർത്താവ് കബറടക്കപ്പെട്ടത്.
ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിലും മറ്റുള്ളവർക്ക് ഇടം കൊടുക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ഈ കുരിശിൻ്റെ അടയാളങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഇടം കൊടുക്കുന്നതാണ്. ഇടമില്ലാത്തവൻ ഇടം കൊടുക്കാൻ ഞാനും നിങ്ങളും ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറക്കണം. എല്ലാം അടയ്ക്കപ്പെട്ട കല്ലറകളാണ്. ഒരുപക്ഷെ തുറക്കപ്പെട്ട കല്ലറ കർത്താവിൻ്റേത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം അത് ഔദാര്യത്തിൻ്റെ അടയാളമാണ്. കർത്താവിനെ കുരിശിൽ നിറക്കാൻ ശിഷ്യന്മാർക്ക് ആർക്കും സ്വാധീനമില്ലായിരുന്നു. അല്പസ്വാധീനമുള്ളത് യോഹന്നാനാണ്. പക്ഷെ യോഹന്നാന് ധൈര്യമില്ലായിരുന്നു. അവിടെയാണ് നിക്കോദേമോസ് എന്ന് പറയുന്ന ഒരു പ്രമാണി വരുന്നത്. നിക്കോദേമോസ് എന്ന പ്രമാണി വന്ന കർത്താവിനെ കുരിശിൽ നിറക്കാൻ പീലാത്തോസിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്തു. നിക്കോദേമോസിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് കർത്താവ് കുരിശിൽ നിന്ന് ഇറക്കപ്പെട്ടത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട അമ്മച്ചി എൻ്റെ അടുക്കൽ വന്ന് പൊട്ടിക്കരഞ്ഞു. 1.5 ലക്ഷം രൂപ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി ഫെഡറൽ ബാങ്കിൽ നിന്ന് കടമെടുത്തത് ഇന്നത് ജപ്തിക്ക് നോട്ടീസായി. പൊട്ടിക്കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കത്ത് തരാം, നിങ്ങൾ കൊണ്ടുപോയി ബാങ്കിലെ മാനേജർക്ക് കൊടുക്കണം. ആ കത്ത് സ്വീകരിച്ച മാനേജറിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, പിതാവ് ഞാനൊന്ന് വരട്ടെ, കാണട്ടെ. അയാൾ വന്ന് എന്നെ കണ്ടു. എന്നോട് പറഞ്ഞു ചില തന്ത്രങ്ങൾ, ചില മാർഗങ്ങൾ. ഈ സ്ത്രീക്ക് ഞാനത് നിർദ്ദേശിച്ചു കൊടുത്തു. ആ വഴിയിലൂടെ പോയപ്പോഴും പലിശ വെട്ടിക്കുറച്ചു, കടബാധ്യതയിൽ ഇളവ് ചെയ്തു, ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടി. ആ പാവപ്പെട്ട സ്ത്രീ കുരിശിൽ നിന്ന് ഇറക്കപ്പെട്ടു. എന്നെ കേൾക്കുന്ന ധാരാളം പേര് ഈ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളവരാണ്. ഒരുപാട് ഡോക്ടർമാരുണ്ട്, ഒരുപാട് എഞ്ചിനീയർമാരുണ്ട്, ഒരുപാട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്. കോളേജുകളിലും സ്കൂളുകളിലും ആയിരക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരുമുണ്ട്. ഞാനും നിങ്ങളൊക്കെ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ചാൽ ഒരുപാട് മനുഷ്യരെ കുരിശിൽ നിറക്കാൻ സാധിക്കും. ഒരു വാക്കു മതി, നമ്മുടെ ഒരു ഇടപെടൽ മതി. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സമാധാനം എന്ന് പറയുന്നത് നിർജീവമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമല്ല, അത് സജീവമായൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് സമാധാനം ആശംസിച്ച ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ വരിക, എൻ്റെ ആണിപ്പാടുകൾ കാണുക, എൻ്റെ ഹൃദയത്തിൻ്റെ വിലാവ് കാണുക, നിങ്ങൾ എൻ്റെ മുറിപ്പാടുകളിൽ നിന്ന് സമാധാനം സ്വീകരിക്കുക. അവസാനിപ്പിക്കുകയാണ് ഞാൻ. മുറിയപ്പെടാത്ത ആർക്കും കർത്താവിൻ്റെ ശരീരം സ്വന്തമാക്കാനോ കർത്താവിൻ്റെ മരണം സമ്മാനിച്ച സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കാനോ കഴിയില്ല. ഞാനും നിങ്ങളും മുറിയപ്പെടണം. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം, ഈ മുറിയപ്പെടലും ഈ ചിന്തപ്പെടലും എന്നിലും നിങ്ങളും സൃഷ്ടിക്കുന്ന ഒരു മുദ്രയുണ്ട്. ആ മുദ്രയാണ് തിരുമുറിവുകൾ. ആ തിരുമുറിവുകൾ ഉത്ഥാനത്തിൻ്റെ അടയാളമാണ്. ഞാനും നിങ്ങൾ ഉത്തിതരാണ്. ഉരുട്ടി മാറ്റപ്പെട്ട കല്ലുകളിൽ നിന്ന്, സ്വാർത്ഥതയുടെ കുഴിമാടങ്ങളിൽ നിന്ന്, ജഡികതയുടെ തിന്മകളിൽ നിന്ന് പുറത്തു വന്നവരാണ്. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് മുറിക്കപ്പെടുന്ന അപ്പവും ചിന്തപ്പെടുന്ന രക്തവുമാകട്ടെ. നമ്മുടെ ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ ഇടം കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ സ്വാധീനങ്ങളിൽ നിന്ന് കുരിശുകളിൽ തൂക്കപ്പെട്ടവരെ ഇറക്കപ്പെടാൻ കാരണമാകട്ടെ. അപ്പോൾ അസീസിലെ ഫ്രാൻസിസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. കർത്താവേ, നിൻ്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി നീ എന്നെ മാറ്റണേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും നിങ്ങളുടെ സർവ്വനിയോഗങ്ങൾക്കും നിങ്ങളുടെ സർവ്വസങ്കടങ്ങൾക്കും ആവലാദികൾക്കൊക്കെ ദൈവം തൻ്റെ തിരുമുറിവുകളുടെ ശക്തിയിലെ സമാധാനത്തിൻ്റെ സൗഖ്യവും സന്തോഷവും നൽകാൻ കാരണമാകട്ടെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു
നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആരാധന 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 പരിശുദ്ധരിൽ പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളേറെ വിശ്വാസത്തോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുമടക്കി സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ അഭിയോന്യ റാഫേൽ തട്ടിൽ പിതാവിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. നമ്മെ തന്നെ പൂർണ്ണമായും, നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ, നമ്മളായിരിക്കുന്ന കൂട്ടായ്മകളെ, നമ്മുടെ തൊഴിൽ മേഖലകളെ, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ പ്രവർത്തിക്കണമേ, അവിടുത്തെ കരുണ കടലിൽ ഞങ്ങളെ മുക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഓരോ ആത്മാവിനും ആവശ്യമായ കരുണ ഓരോ ജീവിതത്തിലേക്കും കർത്താവെ പകർന്നു കൊടുക്കണമേ. ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരുണയുടെ തീമഴ പെയ്തിറങ്ങുവാൻ, ലോക ജനതയിൽ എല്ലാ ജനപദങ്ങളിലും നമ്മളായിരിക്കും നമ്മുടെ കൂട്ടായ്മകളിൽ, തൊഴിൽ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കടൽ ഒഴുകപ്പെടുവാൻ, അവിടെ വലിയ വിശുദ്ധീകരണം ഉണ്ടാകാൻ, സൗഖ്യമുണ്ടാകാൻ, വിമോചനമുണ്ടാകാൻ സ്വരമുയർത്തി അതരം തുറന്ന് ഹൃദയം തുറന്ന് ജീവിക്കുന്ന യേശുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സമൂഹങ്ങളെ മുഴുവൻ, ഈ ലോകം മുഴുവനെയും കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ച് ഹൃദയം നുറുങ്ങി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ കർത്താവേ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ലോക ജനതയ്ക്ക് വേണ്ടി എല്ലാ ജനപദങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണയാൽ സകല ജനപദങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഈശോയെ നന്ദി, പിതാവെ നന്ദി, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങളുടെ തലമുറകൾ അഭിഷേകം ചെയ്തതിനായി, അവിടുത്തെ മഹാകരുണയാൽ ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് മനുഷ്യ ജീവിതം മൂടൽ മഞ്ഞുപോലെ. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ